അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാന അതിരുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധിയെഴുതി സർവശക്തനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന അത്ഭുതകരമായ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് കാരണം അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണ്. ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെയും ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിപ്പിന് പോലും കാരണം അദ്ദേഹമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ലൗലാക മാ ഖലഖ്തു അഹ്ലക, നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ച് പറഞ്ഞ മുത്ത് റസൂലിനെ അതിരട്ട് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹ്ശറ വൻസഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുമ്പിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വ ജീവജാലങ്ങളുടെയും സർവ്വ നബിമാരുടെയും സന്നിധിയിൽ ചെന്ന് രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് സത്യം. നമ്മെ ആവശ്യഭരിതരാക്കുന്നു. സഹോദരങ്ങളെ, അറബിയുടെ മണൽപ്പരപ്പിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ മുന്നിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ അള്ളാഹുവിനെ സർവ്വം സമർപ്പിച്ച തിരുനബിയോളം സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത്? തിരുനബിയോട് സ്വഹാബികൾക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിരില്ലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും രണ്ടാമത് ആലോചിക്കാതെ അത് പ്രവർത്തിക്കുന്നവരായിരുന്നു സ്വഹാബാക്കൾ. തിരുനബിയോടുള്ള സ്നേഹത്തിന് മുന്നിൽ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. ബദർ യുദ്ധ സമയത്ത് അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ സത്യത്തിൻ്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, തിരുദൂതരെ, ആർത്തുലയ്ക്കുന്ന കടലിലേക്കാണ് ചാടാൻ അങ്ങ് ആജ്ഞാപിക്കുന്നതെങ്കിൽ പോലും അതനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു. അത്രമേൽ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം ധന്യമാക്കിയവരാണ് സ്വഹാബാക്കൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് സ്വഹാബികൾക്കുണ്ടായിരുന്ന ദുഃഖം ലോകം കണ്ടതിൽ ഏറ്റവും വേദനാജനകമായിരുന്നു. പ്രവാചകരുടെ സ്നേഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ നാഥൻ തൗഫീഖ് നൽകുമാറാട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.